ഹായ് എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും രസ്നയോ ടാങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പൗഡർ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. കാരണം ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വാങ്ങിച്ചു വെക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ടാങ്ക് പൗഡർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ റെഡിയാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗ്ലൂക്കോസിൻ്റെ പൗഡറാണ്. അത് നമ്മൾ സാധാരണ വാങ്ങുന്ന ഗ്ലൂക്കോസാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് വേണം. ഞാനിവിടെ കല്ലുപ്പ് എടുത്തു എന്നേ ഉള്ളൂ. കല്ലുപ്പാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ വേണ്ടത് ഓറഞ്ച് എമൽഷനാണ്. അതായത് ഞാനിപ്പോൾ ഓറഞ്ച് എമൽഷൻ എടുത്തിട്ടുണ്ട്. ഓറഞ്ച് ടാങ്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ, പൈനാപ്പിൾ അങ്ങനെ ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങ, ഇത് ലാസ്റ്റ് മതി നമുക്ക്. അപ്പോൾ ഈ ഓറഞ്ച് എമൽഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ ഓറഞ്ച് എസൻസും അതുപോലെ ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസും അതുപോലെ കുറച്ച് ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ കിട്ടും. ആ ഒരു ഓറഞ്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം പൊടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ പൗഡർ. ഗ്ലൂക്കോസ് ഇപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക, വളരെ കുറച്ചുപ്പ് മതി. ഇനി ഇതൊന്ന് ആദ്യം നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ പഞ്ചസാരയും ഗ്ലൂക്കോസും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഓറഞ്ച് എമൽഷൻ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഓറഞ്ച് എമൽഷനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ടാങ്കിൻ്റെ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടാങ്കിൻ്റെ ഒരു ടെക്സ്ചറാണ് ഈ ഒരു പൊടിക്ക്. പിന്നെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ആ കുറച്ചൊരു പുളിയും അതുപോലെ എന്താ പറയുക ഓറഞ്ചിൻ്റെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ആ ഒരു കളറും ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ചിന് പകരം വേണമെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിനി ഇതൊന്ന് കലക്കി കാണിച്ചു തരാം. സാധാരണ നമ്മൾ ടാങ്ക് കലക്കുന്ന പോലെ തന്നെയാണ്. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ടാങ്ക് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നല്ല തണുത്ത വെള്ളവും ഐസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് നാരങ്ങനീര് പിഴിയുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കാരണം നമ്മളിതിൽ സിട്രിക് ആസിഡിൻ്റെ പൗഡറൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിട്രിക് ആസിഡ് പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാത്തതുകൊണ്ട് നാരങ്ങ പിഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ടാങ്ക് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പമല്ലേ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ അതുമാത്രമല്ല വളരെ ചിലവ് കുറവുമാണ് നമുക്കിതുപോലെ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ. കാരണം പുറത്തുനിന്ന് ടാങ്ക് വാങ്ങുമ്പോൾ നല്ല റേറ്റാണ് അത്യാവശ്യം. നമ്മൾ ഇതിലാകെ പുറത്തുനിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓറഞ്ച് എമൽഷനാണ്. അതൊരു ബോട്ടിലിന് ഒരു 10-35 രൂപയൊക്കെ വരുള്ളൂ. അതിൽ നിന്ന് നമ്മൾ 1 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഒത്തിരി ബൾക്കായിട്ട് നമുക്ക് ടാങ്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിലും ചിലവ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്